ഹലോ, ചുമ്മാ സ്ക്രോൾ ചെയ്തങ്ങ് പോവല്ലേ നീ. ഏതായാലും ഇതുകൂടി കണ്ടിട്ടങ്ങ് പൊക്കോളൂ. വീക്കെൻഡായിട്ട് മൂടി പൊതിച്ച് മഴയത്ത് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ രാവിലെ ഈ കേക്കിന് ഓർഡർ വരുന്നത്. കേക്ക്സ് ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ക്യാൻസൽ അടിക്കാൻ പറ്റില്ല. അത് നമുക്ക് എന്തായാലും ചെയ്തു കൊടുത്തല്ലേ പറ്റൂ. ഈ കേക്കിന് കിട്ടിയ 8ൻ്റെ പണി ഞാൻ എൻ്റെ ചാനലിൽ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അത് പോയിട്ടൊന്ന് കാണാം. ഇതിൻ്റെ കൂടെ റിലേറ്റഡ് വീഡിയോ ആയിട്ടും കൊടുക്കാം. അപ്പോൾ സംഭവങ്ങളൊക്കെ ഞാനൊന്ന് ചുരുക്കി പറയാവേ. ഇത് നമുക്ക് കസ്റ്റമർക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ട ഒരു കേക്കാണ്. നമുക്ക് ഒട്ടും സമയമില്ല. അപ്പോൾ അതിന് പറ്റിയ ഡിസൈൻസൊക്കെയാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ നമ്മളടുത്ത് പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്നുള്ള കേക്കാണല്ലോ. 2 kg കേക്ക് ബോയ് ബേബിൻ്റെ തീമിൽ ചെയ്തു കൊടുക്കണമെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്തുള്ള പ്രോപ്സ് സ്പൈഡർമാൻ്റെ ആയതുകൊണ്ട് സ്പൈഡർമാൻ്റെ കേക്ക് തന്നെ ചൂസ് ചെയ്തു. കാരണം നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള സമയം ഒട്ടും തന്നെ ഇല്ല. പിന്നെ പ്രത്യേകിച്ച് ബോയ് ബേബീസിന് ഈ സ്പൈഡർമാനൊക്കെ ഒരു വീക്ക്നെസ് ആണല്ലോ. ബോയ് ബേബീസ് മാത്രമല്ല കേട്ടോ, എനിക്കുണ്ട് 2.5 വയസ്സുള്ള ഒരു മോള്. അവളും സ്പൈഡർമാൻ ഫാനാണ്. ഞാൻ ആ കേക്ക് ബോർഡിൽ നെയിംസ് വെക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ ഇവളെന്താ ഈ കാട്ടിക്കൂട്ടുന്നതെന്ന്? എനിക്ക് തന്നെ തോന്നിപ്പോയി കേട്ടോ ശരിക്കും. പെട്ടെന്ന് ഡെലിവറി ചെയ്യണം എന്നുള്ള ആ ഒരു തത്രപ്പാടിൽ ഞാനിങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ് കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് തീരേണ്ട പണിയൊക്കെ ഞാൻ ഒരു 50 മിനിറ്റ് എടുത്ത് ചെയ്യുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. അതിപ്പോൾ നമ്മൾ എത്ര തന്നെ എക്സ്പീരിയൻസ് ഉള്ള ബേക്കേഴ്സ് ആയാലും ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിപ്പോവും കേട്ടോ. അത് ഞാൻ മാത്രമല്ല, ഒരു വക എല്ലാ ബേക്കേഴ്സ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനം കുത്തിക്കയറ്റിയ ആ പേൾസ് വർക്ക് ഇച്ചിരി ഓവറായിപ്പോയോ എന്നൊരു ഡൗട്ട്. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യൂ കേട്ടോ, അത് ബോറായിപ്പോയോ എന്ന്. എപ്പോഴും എൻ്റെ കേക്ക് ഞാൻ മാത്രം വിലയിരുത്തിയാൽ പോരല്ലോ. ഇനി നിങ്ങളും കൂടി പറ എങ്ങനെയുണ്ടെന്ന്. ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. പോകെ പോകെ ഒരുപാട് ഗിവ് അവേസും സർപ്രൈസുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കേക്കിൻ്റെ വിശേഷം. ഇനി അടുത്ത കേക്കിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ, സ്റ്റേ ട്യൂൺഡ്.